മാനസിക എനിക്ക് പാഷനല്ല. നല്ലൊരു ജോലി വിട്ടിട്ട് പാഷൻ ഫോളോ ചെയ്യുന്നു. ഞാൻ എൻ്റെ പാഷൻ ഫോളോ ചെയ്യുന്നില്ല. ഐ എം ഫോളോയിങ് മൈ ഹാപ്പിനെസ്. ശ്രീനഗർ ഞാൻ വൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് ശ്രീനഗറിൽ ഞാൻ ഒരു ഗുരുദ്വാരയിൽ തങ്ങി. ഗുരുദ്വാരയിൽ നൈറ്റ് തങ്ങി. ഞാൻ ഭക്ഷണം ഒന്നും കഴിച്ചില്ല. കാരണം കാശ്മീർ കാലുകുത്തി കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഭക്ഷണം ആപ്പിളായിരുന്നു. രാവിലെ ആകാൻ വേണ്ടിയുള്ളൊരു ഇതിൽ ഞാൻ നിൽക്കുമായിരുന്നു. കാരണം അവിടുന്ന് 24 കിലോമീറ്ററാണ് കറക്റ്റ് ഇനി, അതായത് ആപ്പിൾ തോട്ടം ഉള്ളത്. ഇത്രയും ദിവസം ഞാൻ ട്രാവൽ ചെയ്തിട്ട് സമയം പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് ആ ഒരു നൈറ്റ് ഉണ്ടല്ലോ, അത് തേക്കാൻ ഞാൻ ഒത്തിരി പാടുപെട്ടു. ചില ആൾക്കാർ പറയല്ലേ, നിങ്ങളിപ്പം കണ്ണ് തുറക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഷാറൂഖ് ഖാൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട്. ശരിക്കും അവിടം വരെ എത്തുന്നതിന് മുമ്പായിട്ട് വലിയൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റാണ്, അങ്ങനെയാണ് ആളെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. അത് എല്ലാ ആൾക്കാരെയും പറ്റൂല. പക്ഷെ ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഒരു ഔട്ട്പുട്ട് കാണുന്നത് ഇത്രയേ ഉള്ളൂ. കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഷാറൂഖ് ഖാനെ ആയിരിക്കാം, അല്ലെങ്കിൽ മോഹൻലാലിനെ കാണാന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഇത് കണ്ടപ്പോൾ എങ്ങനെ എന്നാലും അതേ മാത്രം ആൾക്കാർ ചിന്തിക്കുന്നുള്ളതാണ് സത്യമുള്ള കാര്യം. ഇതിന്റെ പിന്നിൽ വലിയൊരു കാര്യമുണ്ട് കേട്ടോ. ശ്രീനഗർ എന്നത് നൈറ്റാണ്. ഒത്തിരി രാത്രിയായപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്, ജമ്മുവിൽ നിന്ന് എത്തിയത്. ജമ്മുവിൽ ഞാൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, ഒരു 4 ദിവസം. കട്ര എന്ന് പറയുന്ന അമ്പലത്തിലൊക്കെ പോവുകയൊക്കെ ചെയ്തു. ജമ്മുവിൽ ഞാൻ വരുൺ എന്ന് പറയുന്നൊരു ഒരു പയ്യൻ, ഒരു മിടുക്കനായിട്ടൊരു പയ്യൻ, അവനാണ് എനിക്ക് ജമ്മുവിൽ ഒരു അമ്പലം എനിക്ക് അറേഞ്ച് ചെയ്തത്. ഞാൻ ഈ അമ്പലത്തിലെ താമസത്തൊക്കെ. ശ്രീനഗർ ഞാൻ വൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് ശ്രീനഗറിൽ ഞാൻ ഒരു ഗുരുദ്വാരയിൽ തങ്ങി. ഗുരുദ്വാരയിൽ നൈറ്റ് തങ്ങി. ഞാൻ ഭക്ഷണം ഒന്നും കഴിച്ചില്ല. കാരണം കാശ്മീർ കാലുകുത്തി കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഭക്ഷണം ആപ്പിളായിരിക്കണം. അതെൻ്റെ ഒരു വാശിയായിരുന്നു. ഞാൻ ഒന്നും കഴിച്ചില്ല, വെള്ളം പോലും കുടിച്ചില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളായിരുന്നു കേട്ടോ. ഒന്നും ചെയ്തില്ല. എനിക്ക് രാവിലെ ആകാൻ വേണ്ടിയുള്ളൊരു ഇതിൽ ഞാൻ നിൽക്കുമായിരുന്നു. കാരണം അവിടുന്ന് 24 കിലോമീറ്ററാണ് കറക്റ്റ് ഇനി, അതായത് ആപ്പിൾ തോട്ടം ഉള്ളത്. പുൽവാമയിലോട്ട് എനിക്ക് പോകണമെങ്കിൽ അവിടെ നിന്ന്. അപ്പം ഒന്ന് ആലോചിക്കുക, അത്രയും ദിവസം ഞാൻ ട്രാവൽ ചെയ്തിട്ട് സമയം പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് ആ ഒരു നൈറ്റ് ഉണ്ടല്ലോ, അത് തേക്കാൻ ഞാൻ ഒത്തിരി പാടുപെട്ടു. സത്യമായിട്ട് അത് മറക്കാൻ പറ്റത്തില്ല. കാരണം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുക, ഫോൺ നോക്കുക, ആകുന്നില്ല, നേരം വെളുക്കുന്നില്ല. നേരം വെളുത്താൽ അങ്ങോട്ട് പോക്ക് കിടക്കുന്നത്. കാരണം അവിടെ ഒരു 7 മണി കഴിഞ്ഞാൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതാണ് ട്രാവലിങ്ങിലൊക്കെ. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എത്തുന്നില്ല, നേരം വെളുക്കുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ കിടന്നിട്ടുള്ള ചിന്ത ഇതാണ്. ചിന്ത എന്ന് വെച്ചാൽ ആപ്പിൾ മരത്തിന് ചോട്ടി പോകുന്നു, ആപ്പിൾ പറിക്കുന്നു, ഇത് തന്നെ ചിന്ത ഇങ്ങനെ. അപ്പം അങ്ങനെ രാവിലെ ആയി കഴിഞ്ഞപ്പം നേരെ കുളിച്ചു, എല്ലാം റെഡിയായി, സാധനങ്ങളെല്ലാം എടുത്തു, ഒറ്റ പോക്കായിരുന്നു. നേരെ പുൽവാമ എത്തിയിട്ട് അവിടുന്ന് ഖ്വാജ നവാദ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. പയ്യനല്ല, ഒരു ചേട്ടനാണ്. ആളുടെ തോട്ടം ഉണ്ടായിരുന്നു. അപ്പം അവിടെ എത്തി. ഒരു കാറിൽ ലിഫ്റ്റ് അടിച്ചൊക്കെയാണ് ചെന്നത്. അപ്പോൾ ആ കാറിലുള്ളവരോടൊക്കെ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഭയങ്കര കൗതുകം. അവരെന്നെ അവിടെ എത്തിച്ചു. അപ്പോൾ അവരുടെ റിലേറ്റീവിൻ്റെ ഒരു തോട്ടമായിരുന്നത്. അവിടെ എത്തിച്ച് ഞാൻ ആ പെർമിഷനോട് കൂടി തന്നെ ആപ്പിൾ കഴിക്കണമെന്ന രീതിയിൽ, അല്ലാതെ പെട്ടെന്ന് കണ്ട് കൗതുകത്തിൽ പറിക്കണമെന്നില്ല. അപ്പോൾ അവിടെ ആ ചേട്ടൻ ഉണ്ടായിരുന്നു, ഖാജ നവാദ് എന്ന് പറയുന്നത്. അപ്പോൾ ആളുമായിട്ട് സംസാരിച്ചു. ഞാൻ ഇന്ന പോലെ എൻ്റെ സ്റ്റോറി പറഞ്ഞ പുള്ളി പറഞ്ഞ്, ഇവിടെ ഇന്ത്യയിൽ വളരുന്ന എല്ലാത്തരം ആപ്പിളും ഉണ്ട്, നിനക്ക് ഇഷ്ടമുള്ള നീ പറിച്ച് കഴിച്ചോളാൻ പറഞ്ഞ്. എനിക്ക് ആ ഫോട്ടോ ഓർമ്മയുണ്ട്, നീ സ്റ്റാറ്റസ് ഇട്ടത്. അതിങ്ങനെ പിടിച്ച് കടിക്കാനായിട്ട് നിൽക്കുന്നു. അങ്ങനെ ശരിക്കും അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എനിക്ക് അച്ഛനെ ഓർമ്മ വന്നു. എനിക്കൊരു നമുക്ക് ഇമോഷണൽ ആ ഒരു ഇതുണ്ടല്ലോ, അതുവരെ ഉണ്ടായ ഒരു പെയിൻ ഇല്ലേ, അതെല്ലാം അങ്ങ് പോകുവാണ്. നമുക്ക് പല ബുദ്ധിമുട്ടുകളും, ഹെൽത്ത് ഇഷ്യൂസ് ആണല്ലോ, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആണല്ലോ, പല പ്രശ്നങ്ങൾ നമുക്ക് വരികയൊക്കെ ചെയ്തു. പക്ഷേ അതെല്ലാം മറന്ന ആ ഒരു മൊമെൻറ്റിൽ ഉണ്ടാകുന്നൊരു, അത് പറയാൻ പറ്റൂല, അതൊരു അനുഭവിച്ചറിയുന്നൊരു സാധനമില്ലേ. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ഒരു ആപ്പിൾ പറിച്ചു, അത് കഴിച്ചപ്പം ശരിക്കും എൻ്റെ ലൈഫിൽ അത്രയും നാൾ കഴിച്ച ആപ്പിളിനേക്കാൾ വേറൊരു രുചി, ഭയങ്കര രുചി ഞാൻ കഴിച്ചതിൽ. അത്ര ടേസ്റ്റി ആയിട്ടൊരു ആപ്പിൾ. പിന്നെ അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അവിടെ ടെൻ്റ് അടിച്ച് അന്ന് ആ ദിവസം ഫുൾ അവിടെ ആയിരുന്നു. അവിടെയുള്ള ഗ്രീൻ ആപ്പിൾ, ഡെലീഷ്യസ് ആപ്പിൾ, അമേരിക്കൻ ആപ്പിൾ, പിന്നെ പീർ, ഇങ്ങനെയുള്ള എല്ലാ സാധനം കഴിച്ചു. പിറ്റേ ദിവസം ലൂസ് മോഷൻ. അങ്ങനെയാണ് ഞാൻ ആ പോലീസുകാരുടെ വീട്ടിലേക്ക് എത്തുന്നതൊക്കെ. അങ്ങനെ ആപ്പിളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവിടുന്ന് ഞാൻ തങ്ങുകയൊക്കെ ചെയ്താണേലും ഒരു വഴിയിൽ വെച്ചായിരുന്നു. ഈ നൈറ്റ് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ, ഒരു 7 മണിക്ക് ശേഷം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. വഴി വെച്ച് കണ്ട ഒരാളാണ് എന്നോട് പറഞ്ഞു, മോനെ യാത്രയൊന്നും ട്രാവൽ ചെയ്യല്ലേ, ഇങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ വീട്ടിലോട്ട് പോരാൻ പറഞ്ഞു. അവരുടെ വീട്ടിൽ തങ്ങി 2 ദിവസം അവരുടെ അവിടെ തങ്ങിയിട്ട് അവിടുന്ന് ആൾക്കൊരു മില്ലൊക്കെ ഉള്ളതാണ്. അപ്പം ഞാനപ്പോൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു ദിവസം ഞാൻ ഇവിടെ മില്ലിൽ ജോലി ചെയ്യും. ഞാൻ 2 ദിവസം അവരുടെ മില്ലിൽ പണിയെടുത്തു. പൈസയ്ക്കൊന്നുമല്ല, എന്നോട് പൈസ ചോദിച്ചു, തരാമെന്ന് പറഞ്ഞു. ഞാൻ പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് എനിക്ക് എന്നിട്ട് പോരാൻ നേരത്ത് എനിക്ക് 500 രൂപ പോക്കറ്റ് ഇട്ട് തന്നു. അപ്പം അതൊക്കെ ഒന്ന് ആലോചിക്കുക, എന്തൊരു മനുഷ്യനെന്ന് ആലോചിക്കുക. ഞാൻ അവരോട് കൂടിയതാണ്. എന്നിട്ട് അവരോട് ഫെറൻ എന്ന് പറഞ്ഞ ഡ്രസ്സൊക്കെ ധരിച്ചു. അവർ ഇടുന്നൊരു സാധനമുണ്ട്, കാങ്കടി എന്ന് പറയും, ഇങ്ങനെ ഒരു തണുപ്പ് സമയത്ത് ഒരു കൊട്ടക്കകത്ത് ഇതിങ്ങനെ വെച്ചോണ്ടൊക്കെ നടക്കുന്നത്. അതൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ശ്രീനഗർ ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഇവർക്ക് ആർക്കും കൈയില്ല, ആദ്യമായിട്ട് ഇല്ലോ.
എല്ലാവരുടെയും കൈ ഈ ഫെറൻ എന്ന് പറഞ്ഞ ഡ്രസ്സിനകത്തോട്ട് ഇവർ വിട്ടിട്ട് കാങ്കടി എന്ന് പറഞ്ഞ കൊട്ട ഇങ്ങനെ പിടിച്ചിരിക്കുക, ആർക്കും കൈയില്ല. അപ്പൊ ഞാനിത് ഇതേമേ ആർക്കും കൈയൊന്നുമില്ല. ഞാൻ വെച്ചു, ഓ ശരിയാണ്, ഇവിടെ വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. സത്യം എന്റെ മണ്ടൻ ചിന്താഗതിയൊക്കെ ശരിക്കും പറഞ്ഞ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കൈ നഷ്ടപ്പെട്ടതാണോ ആദ്യം ചെന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്ന കാര്യം. പിന്നെ ഒരാൾ നടന്നങ്ങോട്ട് പോകുന്നതാണെന്ന്, അയാളെ ബാക്കിലാണ് ഇത് പിടിച്ചിരിക്കുന്നത്, ബാക്കിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നു. അപ്പൊ ഞാൻ ഇതെന്തീ സംഭവം പിടുത്തം കിട്ടുന്നില്ല. എനിക്ക് ചെന്ന സമയത്ത് എനിക്കുള്ളൊരു ഇതായിരുന്നു. പിന്നാണ് എനിക്ക് സംഭവം മനസ്സിലായത്. പിന്നെ ഞാൻ അങ്ങനെയായിരുന്നു, എനിക്ക് ആ ഒരു ഫെറൻ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ അല്ലേ കൂടെ നടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. രസമായിരുന്നു കേട്ടോ. എനിക്ക് കശ്മീരിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വാദവരാതെ പറയാത്തൊരു കാര്യങ്ങളുണ്ട്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ആണ്, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനുഷ്യരവിടെ ഉള്ള സ്ഥലം. നമുക്ക് തിരിച്ച് ട്രാവലിൽ നിന്ന് നേരെ നമുക്ക് മാജിക്കിലോട്ട് വരാം. അപ്പോൾ ഒരു മാജീഷ്യൻ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് സക്സസ്ഫുൾ ആക്ടുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ സക്സസ്ഫുൾ ആക്ടിൻ്റെ ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ടായിരിക്കും. പക്ഷെ കേൾക്കാൻ എനിക്ക് താല്പര്യമുള്ളത്, എവിടെയാണ് ഈ ആക്ട് പാളിയിട്ടുള്ളത്? ആക്ട് എവിടെയാണ് പാളിയിട്ടുള്ളത്? ഒരു മജീഷ്യൻ എപ്പോഴാണ് തകർന്നു പോയത്? അതെല്ലാവർക്കും കേൾക്കാൻ ഇൻട്രസ്റ്റ് ആണല്ലോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ആ പാളിച്ചയാണ് എനിക്ക് പിന്നീട് ഇത്ര സ്റ്റേജിൽ എനിക്ക് ചെയ്യാൻ, അതായത് ചെയ്യാൻ ഒരു എനർജി കിട്ടാൻ കാരണം, അല്ലെ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വിടാതിരിക്കാൻ കാരണം ആ പാളിച്ച ഉണ്ടായതുകൊണ്ടാണ്. എൻ്റെ ഒരു 6ാമത്തെ സ്റ്റേജിൽ ഞാൻ പ്രൊഫഷണലായിട്ട് ചെയ്തു തുടങ്ങിയത് ഒരു 11th പഠിച്ച സമയത്താണ്. അപ്പോൾ ആ ടൈം തൊട്ട് എനിക്ക് ശരിക്കും മാജിക്കിൻ്റെ ഒരു ഐഡിയ ഇല്ല. കാരണം അച്ഛൻ ലീവിന് വരുന്ന സമയത്ത് വരുന്ന, അങ്ങനെ 1-2 സ്ഥലങ്ങളിൽ ഞാൻ മാജിക് ചെയ്തിട്ടുണ്ട്. അന്ന് അച്ഛൻ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ +1 പഠിച്ച സമയത്ത് ഞാൻ 10th വെക്കേഷൻ ടൈമിലായിരുന്നു അച്ഛൻ മരിച്ചത്. അപ്പോൾ മാജിക്കിൻ്റെ കുറേ സാധനങ്ങൾ, അച്ഛൻ റിട്ടയർ ആയി വന്നതാണ്, മാജിക്കിൻ്റെ കുറേ പെട്ടികൾ സാധനങ്ങൾ ഇരിപ്പുണ്ട്. എനിക്കൊന്നും അറിയില്ല എങ്ങനെയാണ്, എനിക്ക് അന്ന് ആക്സസ് ചെയ്യാണ്ട് പാടായിരുന്നു. മജീഷ്യൻസിനെ മറ്റാരെ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് ഞാൻ ചങ്ങനാശ്ശേരിയുള്ളൊരു സുഹൃത്തുണ്ട്, അനൂപ് എന്ന് പറയും, അനൂപ് പെരുമരശി എന്ന് പറയും. ആളോട്ട് പരിചയപ്പെട്ടു. ആൾ എൻ്റെ പ്രായമാണ്. അപ്പം ആൾ മജീഷ്യനാണ്. അപ്പോൾ ആളെ ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ, അന്ന് കീപാഡ് ഫോണല്ലേ, നമ്മളിങ്ങനെ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്തൊക്കെ ഓരോരുത്തർക്കൊക്കെ മെസ്സേജ് അയച്ച് അങ്ങനെ കണ്ടുപിടിച്ചാണ് ആളെ. അപ്പോൾ ആളുമായിട്ട് കണക്ട് ആയി. ആളെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ പെട്ടിയെല്ലാം തുറന്ന് കുറേ സാധനങ്ങൾ കാണിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു അരമണിക്കൂർ എനിക്ക് മാജിക് ഉള്ളൊരു ഐഡിയ തരുമോ എന്ന് ചോദിച്ചു. ആളാണ് എനിക്കൊരു അരമണിക്കൂർ ഷോ തന്നെ സെറ്റ് ചെയ്ത് തന്നത്. +1 പഠിച്ച സമയത്ത് ഒരു NSSൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ മീറ്റിങ്ങിൽ നമ്മൾ നിന്നപ്പോൾ അവിടെ ഗസ്റ്റായിട്ട് വന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ആളാണ് എനിക്കൊരു പിന്നീട് ഒരു അവസരം തന്നു. ലയൺസ് ക്ലബ്ബിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ അവസരം തന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് 1000 രൂപയ്ക്കാണ് ഷോ ചെയ്യുന്നത് ലയൺസ് ക്ലബ്ബിൽ. അങ്ങനെ ചെയ്യാനൊക്കെ പറ്റി. 2013 ഡിസംബർ 28 മാജിക് ആദ്യമായിട്ട് പൈസയ്ക്ക് ഒരു പ്രോഗ്രാം ചെയ്ത് തന്നായിരുന്നു, പ്രൊഫഷണലായിട്ട് ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു തുടങ്ങുന്നത്. അങ്ങനെ 6ാമത്തെ സ്റ്റേജായി. അങ്ങനെ 6ാമത്തെ സ്റ്റേജിൽ ഓണപ്പരിപാടിയാണ്. എടത്വായി തന്നെയാണ് പരിപാടി. അന്ന് ഞാൻ അത്രയും നാൾ ചെയ്തതിൽ ഏറ്റവും വലിയ സ്റ്റേജാണത്. അപ്പോൾ അവിടെ എൻ്റെ സ്കൂളിന് ഏകദേശം അടുത്ത് തന്നെയാണ് സ്ഥലം. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ ഉണ്ട്. ആ സ്കൂളിൽ, അല്ലാതെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരും അവരൊക്കെ ഏകദേശം ആ ഒരു ഭാഗത്തുള്ളവരാണ്. അവരെല്ലാവരും കാണാനുണ്ടായിരുന്നു. അപ്പോൾ അവരോടെല്ലാവരും നേരത്തെ വിളിച്ചു പറഞ്ഞു. പിന്നെ ഒത്തിരി പേര് വന്നു. അത്യാവശ്യം വലിയൊരു സ്റ്റേജായിരുന്നു. ഓണപ്പരിപാടിയാണല്ലോ, വലിയൊരു സ്റ്റേജിലായിരുന്നു പരിപാടി. അവിടെ പ്രോഗ്രാം നടന്നു. പ്രോഗ്രാമിൽ ശരിക്കും, അതായത് പരിപാടി ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. എൻ്റെ ഒരു 8 മണിക്ക് പറഞ്ഞു, 11 മണിയായി തുടങ്ങിയ പരിപാടി. അപ്പം ഞാൻ നേരം കൂടുതൽ ടെൻസ്ഡാണ്. ഞാൻ തുടക്കമാണല്ലോ, ടെൻസ്ഡായിരുന്നു. പരിപാടി തുടങ്ങി എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ഒന്നും റെഡി ആകുന്നില്ല, എല്ലാം തെറ്റി പോവാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആക്ടുകളൊക്കെ ഉണ്ട്. ഞാൻ ആക്ടുകൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, ചെയ്യുന്ന എല്ലാ ആക്ടുകളും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അരമണിക്കൂറാണ് പരിപാടി. ഒരു 10-15 മിനിറ്റ് ആ സമയമായപ്പോൾ തന്നെ എനിക്ക് കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയി. എനിക്ക് പേടിയായി. ഞാൻ നിർത്തുവാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. മൈക്ക് എടുത്ത് ഞാൻ നന്ദിയൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞ് നിർത്തി. എൻ്റെ തൊണ്ടയൊക്കെ ഡ്രൈ ആയിപ്പോയി. അങ്ങനെ ഞാൻ നിർത്തി കർട്ടൻ ഇട്ടു. ഞാൻ ആ സ്റ്റേജിൽ ഇരുന്ന് കരഞ്ഞു. ഭയങ്കര കരച്ചിലായിരുന്നു. കരഞ്ഞ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തെടുത്തു. ഞാൻ ചേട്ടൻ, അന്ന് എൻ്റെ മൂത്തേട്ടൻ ഓട്ടോ ഓടിക്കുക, ചേട്ടൻ്റെ ഓട്ടോയിലാണ് പോയത്. വീട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ ആ ബാഗ് എടുത്ത് ഒറ്റ എറിഞ്ഞു ഭിത്തിക്കെട്ട്. ഇനി എൻ്റെ ലൈഫിൽ ഞാൻ മാജിക് ചെയ്യത്തില്ല. ഞാൻ ഉറപ്പിച്ച കാര്യമാണ്, എന്നെ കൊണ്ട് ഇതിന് കൊള്ളത്തില്ല, എൻ്റെ ലൈഫിൽ ഇനി മാജിക് ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു വീട്ടിലിരുന്ന്. അപ്പം എൻ്റെ ഏട്ടൻ, 2ാമത്തെ ആളുണ്ട്, കിരൺ എന്ന് പറയും. ഏട്ടനാണ് എന്നോട് ആൾ പാട്ടൊക്കെ പാടുന്നത് കേട്ടോ. ആളിപ്പം എൻ്റെ ഇവിടെ കട്ടിലിൽ വന്നിരുന്നിട്ട് എന്നോട് പറയാം, അതൊക്കെ എങ്ങനെ ഉണ്ടാവിടാ, അത് കുഴപ്പമൊന്നുമില്ല, അതെല്ലാ ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ ഉണ്ടാകുന്നതാണ്, മുന്നോട്ട് ചെയ്യണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ വലിയ കാര്യമാക്കിയില്ല. പക്ഷേ ആ വേർഡ് എനിക്കൊരു സ്പാർക്ക് ഉണ്ടാക്കി കേട്ടോ, സത്യമായിട്ടുള്ള കാര്യമാണ്. ആ വേർഡാണ് എനിക്കൊരു വലിയൊരു സ്പാർക്ക് ഉണ്ടാക്കി. എന്നിട്ട് പിറ്റേ ദിവസം എനിക്ക് പ്രോഗ്രാം ഉണ്ട്, തകഴിയിൽ എനിക്ക് പ്രോഗ്രാം ഉണ്ട്. അവിടെ ഒരു ഓണപ്പരിപാടിയാണ്. അപ്പം കമ്മിറ്റ് ചെയ്ത ഷോ ആണ് ഞാൻ. പക്ഷേ ചെയ്യത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു. നാളെ പരിപാടിയുണ്ട്, ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കരഞ്ഞ് പിറ്റേ ദിവസമായി. ഞാനൊന്നും കഴിക്കുന്നില്ല, രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചയായിട്ട് ഞാൻ ഒന്നും കഴിക്കുന്നില്ല. അമ്മയൊന്നും വിളിച്ചിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അച്ഛൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ അതിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്, കംപ്ലീറ്റ് വിഷമിച്ചിരിക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെ ഉള്ളിലൊരു തോട്ട് വന്ന ശരി അവർ കമ്മിറ്റ് ചെയ്തില്ല, നമുക്ക് ഇന്നും കൂടെ ചെയ്തേക്കാം, ഇതാണ് ലാസ്റ്റ് എന്ന രീതിയിൽ എല്ലാം പാക്ക് ചെയ്തെടുത്തു. അതേപോലെ തലേദിവസം പോയ പോലെ തന്നെ ഓട്ടോയിലാണ് അച്ചാച്ചനും ചേട്ടനും മൂത്തേട്ടനും ചേച്ചിയും ചേട്ടന്മാർ 2 പേരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരുമായിട്ട് ഏട്ടനമ്മയും അമ്മയും എല്ലാവരുമായിട്ട് ഞങ്ങൾ പോയി, പ്രോഗ്രാമിന് പോയി. തലേദിവസം സ്റ്റേജിൻ്റെ അത്രയും വലിപ്പമൊന്നുമില്ല, എന്നാൽ പോലും ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാജിക് ഷോ ഉള്ളതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. മാജിക് ഭയങ്കര കൗതുകമുള്ള എല്ലാവർക്കും അവിടെ കാണാൻ വന്നു. ഞാൻ കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്, എനിക്കൊരു പിടുത്തവും ഇല്ല, ഭയങ്കര ബ്ലാങ്ക് ആണ്. ഞാൻ പ്രോഗ്രാമിന് കയറി, സ്റ്റേജ് കയറി, കർട്ടൻ ഇല്ല അന്ന് അവർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ഈ നമ്മൾ മാജിക്കിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മറ വേണമല്ലോ. അപ്പം അവർ കർട്ടൻ ഒന്നും ഇല്ലാന്ന് അവരാണെങ്കിൽ ഒരു പടുത, അവരിങ്ങനെ രണ്ട് പേര് കൂടി ഒരു പടുത ഇങ്ങനെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വലിച്ചു വെച്ചു. എന്നിട്ട് പുറത്തൊരു കുഞ്ഞിൻ്റെ പാട്ട് വെച്ചു. ഞാൻ ആ ഗ്യാപ്പിൽ എല്ലാം സെറ്റ് ചെയ്തു. എന്നിട്ട് ഇത് മാറ്റി പരിപാടി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ അന്ന് ചെയ്തത്. എൻ്റെ 7ാമത്തെ സ്റ്റേജാണത്. എനിക്ക് ശരിക്കും ആ കയറുന്നതിന് മുമ്പായിട്ട് എനിക്കറിയത്തില്ല, ഇപ്പോഴും വിശ്വസിക്കുന്ന അച്ഛൻ്റെ ഒരു പ്രസൻസ് ആണ്. എനിക്കൊരു എനർജി എനിക്ക് പെട്ടെന്ന് വന്നു. അത് എനിക്കറിഞ്ഞൂടാ, ഇപ്പോഴും എനിക്കറിയില്ല എന്താണ്, പെട്ടെന്നൊരു എനർജി വന്നു. അതുവരെ ഞാൻ കംപ്ലീറ്റ്ലി ഔട്ടായിട്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ പെർഫോം ചെയ്യുമ്പോഴും എനർജി വന്നു, ഭയങ്കര എനർജറ്റിക്കായിട്ട് ഞാൻ പെർഫോം ചെയ്തു. ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് എൻ്റർടൈനിങ് ആയി. നമ്മൾ ഇൻട്രാക്ട് ചെയ്താണ് ചെയ്യുന്നത്. ഞാൻ അന്ന് ഒരു കുഞ്ഞി പയ്യനാണ്. അവരെന്തെങ്കിലും സംസാരിക്കുന്നതിന് നമ്മൾ നേരെ കൗണ്ടർ അടിക്കുക. ഒരു ഭയങ്കര രസകരമായിട്ടായിരുന്നു. നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പരിപാടി കഴിഞ്ഞപ്പം എല്ലാവരുടെയും കൈയടി, നോട്ടുമാല, എന്തൊക്കെയാണെന്ന് അറിയില്ല. പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഈ ഓണപ്പരിപാടിക്ക് അവിടെ ഓരോ മത്സരങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ സമ്മാനമൊക്കെ കൊടുക്കണം. അതപ്പോൾ ഞാൻ കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്നു. ആ ഒരു ടൈമിൽ എനിക്കുണ്ടായ തലേദിവസം കരഞ്ഞ ഞാൻ പിറ്റേ ദിവസം അത്രയും കയ്യടിയും വലിയൊരു സ്വീകരണത്തോടെ നിൽക്കുന്നത്. അപ്പം എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഉണ്ടായത്. അപ്പം അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തു. അതായത് നമ്മൾ ഓടുമ്പം വീഴും, അതെ, നമ്മൾ ഓടുമ്പം വീഴും. പക്ഷെ വീണടുത്ത് കിടന്നു കഴിഞ്ഞാൽ പുറകെ വരുന്നൊരു ചവിട്ടിത്തേക്കും. എഴുന്നേക്കുന്നതിന് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് സത്യമായിട്ടുള്ള കാര്യമാണെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നെ എനിക്കൊരു വിഷയമില്ല. പിന്നെ മാജിക് പലപ്പോഴും നമുക്ക് തെറ്റത്തില്ലെന്നല്ല കേട്ടോ, അതെല്ലാ ആർട്ടിസ്റ്റുകൾക്ക് തെറ്റും. പക്ഷേ അത് അവരറിയുന്നില്ല, മീൻസ് ഓഡിയൻസിന് അറിയത്തില്ല. നമ്മൾ ആ രീതി നൈസായിട്ടൊന്ന് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു വിഷയം ഉണ്ടായിട്ടില്ല ആ ഒരു രീതിയിൽ. അതെൻ്റെ ശരിക്കും എന്നാൽ തലേദിവസം ശരിക്കും അത് എനിക്ക് ഫ്ലോപ്പ് ആയത്, എനിക്കത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുള്ളൂ. കാരണം പിന്നെ ഭയങ്കര പവർഫുൾ ആയിട്ട് ഞാൻ മുന്നോട്ട് വന്നത്. പിന്നെ എനിക്കൊരു സ്റ്റേജിലും എത്ര വലിയ ഓഡിയൻസ് ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. വളരെ കൂളായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അത് ആ വീഴ്ച കൊണ്ട് എനിക്ക് ഉണ്ടായതാണ് കേട്ടോ. ആ വീഴ്ചയിൽ നിന്ന് പഠിച്ച പാഠം കൊണ്ട് എനിക്ക് ഉണ്ടായതാണ്. ഈ പല ആൾക്കാരും പറയുന്ന ഒരു സംഭവമുണ്ട്, ഈ മാജിക് എന്ന് പറയുന്നത് ഒരു ഉഡായിപ്പാണ്, ഒരു ലോക തട്ടിപ്പ് സാധനമാണ് എന്നൊക്കെ ഉള്ള ഒരു സംഭവം. ഒരു മജീഷ്യൻ എന്ന നിലയിൽ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെയാണ്? അതെ, തട്ടിപ്പാണ്, തീർച്ചയായിട്ടും തട്ടിപ്പാണ്. ഞാൻ പറയും അതെ തട്ടിപ്പാണ്, അല്ലെന്ന് ഞാൻ പറയത്തില്ല. തട്ടിപ്പാണ്, കംപ്ലീറ്റ് കള്ളത്തരങ്ങളാണ്. ഞാൻ ഓപ്പണായിട്ട് പറയണം കേട്ടോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പലരും പറയുന്നുണ്ടല്ലോ മജീഷ്യൻസ് അല്ല മാജിക് സ്കാം ആണെന്ന് പറയുന്നവരുണ്ട്. ശരിയാണ്, ഓക്കെ. സിനിമ സ്കാം അല്ലേ? കുറേയൊക്കെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പം സിനിമ മാത്രമല്ല, നമ്മൾ കുറേ കാര്യങ്ങൾ എടുത്താൽ ഞാൻ സ്കാം ആയിട്ട് ഒത്തിരി. ഇപ്പം സിനിമയിൽ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ചില സിനിമകൾ കാണുമ്പം ഇമോഷണൽ ആയിട്ടുള്ള ചില സീനുകൾ ഇരുന്ന് കരയാറുണ്ടല്ലോ, ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അതിനകത്ത് എന്തെങ്കിലും റിയൽ ആയിട്ട് നടക്കുന്നുണ്ടോ? അവര് വെറുതെ അഭിനയിക്കുക, നമ്മളത് കണ്ടിരുന്ന് കരയുക, എന്നിട്ട് അത് ഓർത്തിരുന്ന് കരയുന്നുണ്ടല്ലോ. അതിനകത്ത് എന്താ അർത്ഥമുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അവരതിനകത്ത് അഭിനയിച്ച് അവർ കാശും പിടിക്കും, നമ്മളിരുന്ന് ഭയങ്കരമായിട്ട് ഇരുന്ന് കരയുന്നു, നമുക്ക് ചിലപ്പോൾ ആവേശം വരുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം അവർ അഭിനയിക്കുക, അതിനകത്ത് ഒരു കാര്യങ്ങളില്ല. ഒന്ന് ആലോചിക്കും. മജീഷ്യൻസും അതുപോലെ തന്നെയല്ലേ? മജീഷ്യൻസ് അതേപോലെ വേറെ ഇമോഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, എന്റർടൈൻമെന്റ്. അതായത് നിങ്ങൾ വണ്ടർ ആക്കുക എന്നുള്ള കാര്യം ചെയ്യുന്നത്. അവരവിടെ അഭിനയിക്കുന്നു, അവരുടെ ഒരു പെർഫോമൻസ് ആ രീതി. നമ്മളിതേപോലെ വേറെ രീതി പെർഫോം ചെയ്യുന്നു. എന്തുകൊണ്ട് ആ ഒരു ആംഗിളിൽ കണ്ടുകൂടാ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു എന്റർടൈൻമെന്റ് ആണ്, ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ്. അത് എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അവരെ നിങ്ങളെ ഹാപ്പി ആക്കുവാണ്. ശരിക്കും ഒരു മാജിക് കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരും, ഒരു വണ്ടർ ആവുകയാണ്. ശരിക്കും നിങ്ങളെ ചിന്തിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതെന്നാലും അവൻ എങ്ങനെയാ ചെയ്തത് ചിന്തിപ്പിക്കുക, അല്ല ഒരിക്കലും വെഡിയാക്കുക ഫൂളാക്കുക അല്ല നമ്മൾ ചെയ്യുന്നത്. അത് ആ ഒരു ആംഗിളിൽ കണ്ടു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലാറ്റ്ഫോമാണത്. ആ ആംഗിളിൽ കാണാത്തടത്തോളം കാലം സകല മജീഷ്യൻസും ഉഡായിപ്പാണ്, തട്ടിപ്പാണെന്ന് പറയുകയൊക്കെ ചെയ്യും. പിന്നെ അത് പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഈ ചില സന്യാസിമാർ, കപട സന്യാസിമാരായിട്ടുള്ളവർ മാജിക് എന്ന് പറഞ്ഞ ടൂളിനെ എടുത്ത് ഒരു മാജിക് ഒരു ടൂൾ ആക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി അവർ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ വന്നപ്പം ചിലപ്പോൾ അതൊക്കെ കൊണ്ടാണ് മാജിക് ഒരു തട്ടിപ്പെന്ന രീതിയിലോട്ട് ചില ആൾക്കാരിൽ കിടപ്പുണ്ട്. അതെ, പല ടീമുകളും മറ്റേ അന്തരീക്ഷത്തിൽ നിന്ന് സ്വർണ്ണമാല, അതെ അതൊക്കെ മജീഷ്യൻസിന് പറ്റുന്നതാണ്. ആപ്പിൾ എടുക്കണം, അങ്ങനെയാണ് അൺലിമിറ്റഡ് ആയിട്ട് കുറച്ച് ആപ്പിൾ എടുക്കും. പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല, നമുക്കും എടുക്കാം ആപ്പിൾ. പക്ഷെ അതിനകത്ത് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വിശ്വസിക്കാൻ കോടിക്കണക്കിന് ജനങ്ങളുണ്ടെന്നുള്ളതാണ്. ആ ആപ്പിള് ശൂന്യതയിൽ നിന്നാണ് എടുത്തതെന്നുള്ളത്. അതെ അതെ, അത് ഇപ്പം അതായത് ഈ
ഈ കാഷായ വസ്ത്രം ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആൾക്ക് എന്തോ പവർ ഉണ്ടെന്നാണ്. നേരെ കുറച്ച് മജീഷ്യന്റെ കോട്ട് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ തട്ടിപ്പാന്ന് പറയും. അതങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ അത് ഇനി പതിയെ ടൈം എടുക്കും അത് മാറാണ്ട്. ഇതൊരു പ്യുവർ ആർട്ട് ഫോം എന്ന രീതി ആ ഒരു ആംഗിളിൽ അല്ലെ ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണുന്ന ആൾക്കാർ കംപ്ലീറ്റ് അതായി മാറാണ്ട് ഇത്തിരി ടൈം എടുക്കും. നമ്മളവരെ നോക്കുന്നില്ല, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇഗ്നോർ ദം, അത്രേ ഉള്ളൂ. നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ പോവുക എന്ന രീതിയിലെ കാര്യമുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പം മുമ്പാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല, ഞാൻ മുമ്പ് ട്രെയിൻ യാത്ര ചെയ്താണ് ഇങ്ങനെ കുറച്ച് എൻ്റെ ക്ലോസപ്സുകൾ വൃത്തിയായിട്ടൊന്ന് പഠിച്ചെടുത്തത്. അപ്പോൾ ആ ടൈമിൽ നാട്ടുകാർ പറയുന്നത് കേട്ട് ഞാൻ നിന്ന് കഴിഞ്ഞിരുന്നത് ഡെഫിനറ്റ്ലി ഞാനിപ്പം ഈ ആർട്ട് ഫോം ഈ ഇൻഡസ്ട്രി ഞാൻ കാണത്തില്ലായിരുന്നു. സത്യമായിട്ടുള്ള കാര്യമാണ്. പല മജീഷ്യൻസും ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണത്. നമ്മളത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ഇപ്പം ഈ റീസെൻ്റ് ആയിട്ട് ഒരു ട്രെൻഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിപ്നോസിസം ചെയ്യുന്ന ആൾക്കാരെയും മജീഷ്യൻസായിട്ട് കാണുന്ന ഒരു സംഭവം. പക്ഷെ അതിനകത്തൊരു നീണ്ട പ്രോസസ്സ് വരുന്നുണ്ട് ഈ ഹിപ്നോസിസിനകത്ത്. ഞാൻ വായിച്ചത് വെച്ചുള്ളൊരു അറിവിനകത്തുള്ളൊരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവിൽ പറയുന്നതാണ്. വളരെ നീണ്ടൊരു പ്രോസസ്സാണ്. പക്ഷേ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ കുറച്ച് സമയം മാത്രമേ ആ ഒരു ഹിപ്നോട്ടിസം എന്ന് പറയുന്ന സാധനം ഇതിൽ ഇൻസ്റ്റഗ്രാമിൽ കൂടെ അല്ലെങ്കിൽ വൈറൽ റീൽസിൽ കൂടെ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ശരിക്കും അത് ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ഒരു വേറെ തരത്തിലുള്ളൊരു ഇതുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയുടെ ബാക്കി പിടിച്ച് കഴിഞ്ഞാൽ അപ്പം ബോധം കെട്ട് വീഴും. അല്ലെങ്കിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ആള് വേറെ ആളായി മാറി എന്നുള്ള ആ പ്രോസസ്സ് ആരും അറിയില്ല. അവര് ശരിക്കും സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം അതാണല്ലോ, കാണുന്ന അങ്ങ് വിശ്വസിക്കുകയാണല്ലോ ചെയ്യുന്നത്. അത് മെയിനായിട്ടൊരു പ്രശ്നമാണ്. കാരണം ഇപ്പം ചില ആൾക്കാർ പറയില്ലേ, നിങ്ങളിപ്പം കണ്ണ് തുറക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഷാറൂഖ് ഖാൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട്. ശരിക്കും അവിടം വരെ എത്തുന്നതിന് മുമ്പായിട്ട് വലിയൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് ആണ്, അങ്ങനെയാണ് ആളെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. അത് എല്ലാ ആൾക്കാരെയും പറ്റൂല. ഞാൻ പേഴ്സണലി ഹിപ്നോസിസ് ചെയ്യുന്ന ആളല്ല കേട്ടോ, ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് അത്ര താല്പര്യമുള്ളൊരു ഫീൽഡ് നല്ലതാണ്, പക്ഷേ എനിക്ക് പേഴ്സണലി അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമില്ല അതിലോട്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഒരു ചെറിയൊരു പ്രോസസ്സ് ഉണ്ട്. ഒരു 10-15 മിനിറ്റ് ആ ഒരു പ്രോസസ്സിലൂടെയാണ് ആ ഒരു ഇതിലേക്ക് എത്തിക്കുന്നത്. അത് എല്ലാവരിലേയും പറ്റത്തില്ല. സജസ്റ്റബിൾ മൈൻഡുള്ള ആൾക്കാരിലേ ഇത് പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഒരു ഔട്ട്പുട്ട് കാണുന്നത് ഇത്രയേ ഉള്ളൂ. കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഷാറൂഖ് ഖാനെ ആയിരിക്കാം, അല്ലെങ്കിൽ മോഹൻലാലിനെ കാണാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതെങ്ങനെ എന്നാലും അതേ മാത്രം ആൾക്കാർ ചിന്തിക്കുന്നതാണ്. ഇതിന്റെ പിന്നിൽ വലിയൊരു കാര്യമുണ്ട് കേട്ടോ. അതാണ് എൻ്റെ സത്യമായിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും സയൻസ് ആണ്. പിന്നെ എല്ലാവരിലും വർക്കൗട്ട് ആവില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അതെ. ഇപ്പം അച്ഛനാണ് ജീവിതത്തിൽ ആദ്യത്തെ മാജിക്കിന്റെ ഗുരു എന്ന് പറയുന്നത്. അപ്പം അച്ഛനല്ലാതെ വേറെ ഇത് പഠിപ്പിച്ചു തന്ന ആൾക്കാർ അല്ലെങ്കിൽ ഗുരുവിന്റെ സ്ഥാനത്ത് കണ്ടിരുന്ന ആൾക്കാർ കുറെ ആൾക്കാർ ഉണ്ട്. ഒരുപാട് പേരുണ്ട് ഗുരുക്കന്മാർ. ശരിക്കും ഞാനൊരു വേദിയിൽ നിന്ന് മാജിക് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ കണ്ടിട്ടില്ല. ഞാൻ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അച്ഛൻ. ഞാനൊരു 3 പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ചെറുപ്പത്തിൽ. അല്ലാതെ ഞാനൊരു വേദിയിൽ നിന്ന് മാജിക് ചെയ്യുന്ന അച്ഛൻ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നിട്ട് കണ്ടിട്ടില്ല. അച്ഛനൊരു വേദിയിൽ നിന്ന് മാജിക് ചെയ്യുന്നത് ഞാനും കണ്ടിട്ടില്ല. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അനൂപ് എന്ന് പറയുന്നൊരു പയ്യനായിരുന്നു, മജീഷ്യനാണ്. അനൂപ് പെരുമനസി എന്ന് പറഞ്ഞ സുഹൃത്തായിരുന്നു എനിക്ക്. പിന്നെ എൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറയാം. എനിക്കൊരു ഐഡിയാസ് തന്ന് കുറേ മാജിക്കുകൾ പഠിപ്പിച്ചു തന്ന ഒരാൾ. പിന്നെ അവിടെ നിന്ന് പല ആൾക്കാരായിട്ട് പരിചയപ്പെട്ടു. ജോസഫ് സേവ എന്ന് പറയുന്ന സാർ ഉണ്ടായിരുന്നു, വിൽസൺ സാറ്. ശരിക്കും ഇവരുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഇവരുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ഞാൻ ഒത്തിരി മാറി. കാരണം ഒരു നല്ലൊരു മജീഷ്യൻ എങ്ങനെയാണ്, ഞാൻ ഒരുപാട് മാജിക്കുകൾ ഇവരുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ടില്ല ശരിക്കും. ഇപ്പം ഈ പറഞ്ഞ 2 സാറന്മാരുടെ അടുത്ത് നിന്നാണെങ്കിലും ഒരുപാട് മാജിക്കുകൾ പഠിച്ചിട്ടില്ല. മറിച്ച് എങ്ങനെ ഒരു നല്ല മജീഷ്യൻ ആകാം, അതാണ് നമുക്ക് വേണ്ടത്. കൂടുതലും മാജിക് അറിയുന്നതിലല്ല, എങ്ങനെ നമ്മളൊരു അത് എത്രത്തോളം ബ്യൂട്ടിയായിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ള കാര്യമുണ്ടല്ലോ. എങ്ങനെ അവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക, അതല്ലേ അതിനകത്താണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും എങ്ങനെ ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നതിലാണ് ഇരിക്കുന്നത്. അപ്പം അത് ശരിക്കും ഞാൻ ഇവരുടെ അടുത്ത് നിന്നാണ് പഠിച്ചത്. പിന്നെ ഒരുപാട് റിസോഴ്സുകൾ ഉണ്ടായിരുന്നു, പുസ്തകങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചാണ് ശരിക്കും ഇതിലേക്ക് എത്തിയത്. നമ്മൾ ഒരു ടൈം പ്രോസസ്സാണ്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഓക്കെ, ഒന്ന് ഒരുക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെർഫോം ചെയ്യാവുന്ന കാര്യമുള്ളൂ. തുടക്ക സമയത്ത് അങ്ങനെയല്ല, തലേദിവസം കുത്തിയിരുന്ന് ഇങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളും ഉറങ്ങാതൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷെ അതങ്ങനെ ആ ഒരു എഫേർട്ട് ഇട്ടുകൊണ്ടാണ് ഇപ്പം എനിക്കതൊരു കുറച്ചുകൂടെ സ്പീഡപ്പായ കാര്യങ്ങൾ അങ്ങനെ വരുന്നത്. നമുക്ക് പിന്നെ ശരിക്കും മജീഷ്യൻസിന് ശരിക്കും നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഈ വീണടം വിഷ്ണു ലോകം എന്നൊക്കെ പറയത്തില്ലേ, അത് പുറത്ത് പറയാൻ പാടില്ല, പക്ഷെ അങ്ങനെ ആയിരിക്കണം. യോഗ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഒരു മജീഷ്യൻ്റെ അസിസ്റ്റന്റും പഠിച്ചിരിക്കുന്നു. അത്രയ്ക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നുള്ളൊരു സാധനം. ഓക്കെ, അത് ഇല്യൂഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ആ ഒരു കാര്യമാണ്. എൻ്റെ ഒരു മാജിക്കിൽ ശരിക്കും ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഇല്യൂഷൻ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്, അതേപോലെ തന്നെ കൺജൂറിങ് ഉണ്ട്,
നമ്മൾ ക്ലോസപ്പ് മാജിക്, ടേബിൾ ഹോപ്പിംഗ് അല്ലെ ക്ലോസപ്പ് മാജിക് എന്ന് പറയും, വാക്കർ ഓൺ മാജിക്, അതെ പാർലർ മജീഷ്യൻസ്, മെന്റലിസം എന്ന് പറയുന്ന ഒരു മാജിക്കിന്റെ വേറൊരു കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പലതരം കാറ്റഗറീസ് ഉണ്ട്, പല രീതി പ്രസന്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിൽ ഞാൻ തിരഞ്ഞെടുത്തൊരു മാർഗ്ഗം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ജസ്റ്റേഴ്സിനൊക്കെ അനുസരിച്ചുള്ളൊരു മാർഗ്ഗമുണ്ട്. അപ്പോൾ അത് ഞാൻ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്താണ് പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഹിപ്നോസിസിനോട് അത്ര എനിക്കിഷ്ടമില്ല പേഴ്സണലി. മെന്റലിസം ചെയ്യുന്നതാണ് ഞാൻ. മാജിക്കും മെന്റലിസം കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതൊക്കെ. അപ്പം കുറച്ചുകൂടെ ഒരു ഇൻട്രാക്റ്റീവായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ. കാരണം മുമ്പുള്ള പോലല്ല, ഇപ്പോഴത്തെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ് ആണ്. കാരണം അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. 1 മണിക്കൂർ വരെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ ഫുള്ളി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല പറ്റൂല. സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം 15 സെക്കൻഡ് സത്യം. കാരണം ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫോണിലോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയുള്ളവരെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അപ്പൊ അവരോട്ട് ലൈവിലി കണക്ട് ചെയ്ത് നമ്മൾ ആ രീതി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇച്ചിരി പാടുള്ള കാര്യമാണ്. അത് വലിയൊരു ചലഞ്ചാണ്. ആ രീതിയിലാണ് നമ്മളിപ്പം പ്രോഗ്രാം കൊണ്ടുപോകുന്നത്. കുറച്ച് ഫണ്ണൊക്കെ ആഡ് ചെയ്ത് കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളും അവരെ കണക്ട് ചെയ്തുകൊണ്ടും ഒക്കെ ആഡ് ചെയ്താണ് നമ്മൾ. ശരിക്കും മാജിക്കും സ്റ്റാൻഡപ്പ് കോമഡിയും കൂടെ മിക്സ് തീർച്ചയായിട്ടും ആ രീതിയിലാണ് ചെയ്യുന്നത്. നല്ലത് പറ്റൂല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫണ്ണ് വലിയൊരു ഒരു അഡ്വാൻറ്റേജ് ആണ്. ഫൺ അവിടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ആൾക്കാർ കുറച്ച് ചിരിച്ച് അതിനകത്ത് നിൽക്കും കുറച്ചുകൂടെ. അത് രസമാണ് അങ്ങനെ. അപ്പോൾ ആ രീതിയിലാണ് മാക്സിമം ആഡ് ചെയ്ത്. എൻ്റെ ഒരു ഞാൻ അത്ര ഫണ്ണി പേഴ്സൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയല്ല. എന്നാലും ഫണ്ണ് മാക്സിമം ഹ്യൂമർ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ ഒരു നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാനിങ്ങനെ. മനസ്സിലായോ? എങ്കിലേ നമുക്ക് പറ്റുള്ളൂ. അത് മാത്രമല്ല ശരിക്കും പറഞ്ഞത്. പക്ഷേ അതായത് ഓരോരുത്തരുടെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ. എൻ്റെ ഒരു പാറ്റേണിൽ എനിക്ക് ഹ്യൂമറാണ് നല്ലതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ മാക്സിമം എങ്ങനെ വൃത്തിയാക്കി എടുക്കാം, എങ്ങനെ മെച്ചപ്പെടുത്തി എടുക്കാം എന്നുള്ള ചിന്തയിലാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിൽ മാജിക് ഒരു പാഷനാണെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ പാഷനാണ്, കൃഷ്ണകുമാറിൻ്റെ ഒരു പാഷനാണ്. എന്താണ് ശരിക്കും മാജിക് കൃഷ്ണകുമാറിന്? മാജിക് എനിക്ക് പാഷനല്ല. അതായത് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ജോബ് വിട്ടിട്ട്, അതായത് ഒത്തിരി ഉണ്ടാകാറുണ്ടല്ലോ, നമ്മൾ നല്ലൊരു ജോലി വിട്ടിട്ട് പാഷൻ ഫോളോ ചെയ്യുന്നു. ഞാൻ എൻ്റെ പാഷൻ ഫോളോ ചെയ്യുന്നില്ല. ഐ എം ഫോളോയിങ് മൈ ഹാപ്പിനെസ്, അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഹാപ്പിനെസ് ആണ് ഫോളോ ചെയ്യുന്നത്. കാരണം ഞാൻ അതിന് ശേഷം ഇടയ്ക്കൊന്ന് ക്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാജിക്. കാരണം ജോബിലേക്കൊക്കെ തിരിച്ച സമയത്താണെങ്കിലും രണ്ടും കൂടെ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നല്ല പ്രൊഡക്റ്റീവ് ആണെങ്കിൽ 1 at a time അല്ലേ. ഞാൻ മൾട്ടി ടാസ്കിങ് പേഴ്സൺ ഒന്നും അല്ല. അപ്പം 1 at a time ഇപ്പം ഏതെങ്കിലും ഒന്ന് മതി എന്ന് കരുതി, നല്ല പ്രൊഡക്റ്റീവ് ആണെങ്കിൽ. അപ്പം ഞാൻ ജോബിലോട്ട് മാത്രം ഒരു 3-4 മാസത്തേക്ക് ഞാൻ ഒന്ന് മാജിക് ഒന്ന് വിട്ടിരുന്നു. പക്ഷെ ഒരു വിട്ടേക്കാന്നൊക്കെ കരുതി ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഷോസൊക്കെ വന്നാൽ ചെയ്യാൻ. പക്ഷെ ഒരു മാസമൊക്കെ കഴിയുമ്പോഴല്ലോ നമുക്ക് ഇതിനുള്ളിലൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പം നമുക്കൊരു പറ്റുന്നില്ല. അതില്ലാത്ത പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ. നമുക്കത് വേറൊന്നിനോട്ടും ഇല്ല. അങ്ങനെ അത്ര ഒരവസ്ഥ വരും നമുക്ക്. എന്നിട്ട് ഞാൻ പിന്നെ അത് ചിലപ്പോൾ തൽക്കാലം തോന്നുന്നതായിരിക്കും എന്നൊക്കെ ഒക്കെ ചെയ്ത് എന്നിട്ടും ചെയ്യായിരുന്നിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ പറ്റാത്ത അവസ്ഥയായി. ഉറക്കമില്ല, നമുക്ക് ടെൻഷൻ, ബുദ്ധിമുട്ട്. 2 മാജിക് ചെയ്തതിൽ പറ്റത്തില്ല, വീണ്ടും തിരിച്ചു വരും. അപ്പം അതിൽ നിന്ന് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഭയങ്കരമാണ്. കാരണം നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മളിപ്പോൾ ഓഡിയൻസിനടുത്ത് പെർഫോം ചെയ്യുമ്പോൾ അവരത് കണ്ടിട്ട് അവരുടെ മുമ്പിൽ ഒരു ചിരി ഉണ്ടല്ലോ, ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമാണ്. പിന്നെ നമ്മളൊരു ഷോ ചെയ്യുമ്പം, ഒരു പ്രോഗ്രാം, ഒരു വലിയൊരു വേദിയിൽ ഒരു പ്രോഗ്രാം ചെയ്യുമ്പം അവരുടെ കയ്യടി, അല്ല അവരുടെ ഒരു വണ്ടറായി കഴിയുമ്പോൾ അവരുടെ ഒരു ഓ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അല്ല അവരുടെ ഒരു ചിരിയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കിക്കില്ലേ, അത് ഭയങ്കരമാണ്. പിന്നെ പ്രോഗ്രാം കഴിഞ്ഞ് കാശും കൂടെ കിട്ടുമ്പോൾ വല്ലാത്തൊരു കിക്കാണ്. അങ്ങനെ ഒരു പ്രത്യേക സന്തോഷമാണ് അതിനകത്ത് നിന്നുണ്ടാകുന്നത്. അപ്പം എൻ്റെ ഹാപ്പിനെസ് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് വലിയൊരു ഹാപ്പിനെസ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് യാത്ര, എൻ്റെ ഫാമിലി, എസ്പെഷ്യലി എൻ്റെ അമ്മ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വലിയൊരു മജീഷ്യൻ ആകണം എന്ന്. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഒരുപക്ഷെ എൻ്റെ പപ്പ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അന്ന് പപ്പയുടെ ആ ഒരു ജോബ് ചിലപ്പോൾ പപ്പയ്ക്ക് വിടാൻ പറ്റത്തില്ലായിരിക്കും. പപ്പ ഫാമിലി എന്ന രീതിയിലുണ്ടല്ലോ, അതിൽ ആ ഒരു ഇതുണ്ട്. ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ടുള്ള ആൾക്കാരല്ലായിരുന്നു. അപ്പം ആ ഒരു ഇതുണ്ടായിരുന്നു പപ്പയ്ക്ക്. അപ്പം പപ്പയുടെ പാഷൻ എത്രത്തോളം ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരിക്കും. ഒരുപക്ഷെ പപ്പയുടെ മനസ്സിൽ അത്രത്തോളം ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നല്ല പപ്പ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ രണ്ടാമത്തെ എന്നോട് പറഞ്ഞായിരുന്നു, പപ്പ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല എന്ന് പപ്പ ഒരിക്കൽ എൻ്റെ ഏട്ടനോട് എൻ്റെ രണ്ടാമത്തെ ചേട്ടനുമായിട്ടാണ് പപ്പ കൂടുതൽ കമ്പനി, ഭയങ്കര ഓപ്പൺ അപ്പാണ് അവർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ചേട്ടനോട് ഒരു തവണ ഇത് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് അതിനകത്തൊരു പോയിന്റ് ആണല്ലോ പപ്പയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കാര്യം പോലും. തീർച്ചയായിട്ടും. അപ്പം ശരിക്കും എനിക്കത് എന്നിലൂടെ അത് ഉണ്ടാക്കി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്നിലൂടെ എൻ്റെ അച്ഛൻ്റെ പേര് മുന്നിലേക്ക് എത്തണം എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരുപക്ഷെ ഞാൻ നാളെ കുറച്ച് ലെവലിലേക്ക് ഒന്ന് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തും എന്ന് നല്ല വിശ്വാസം എനിക്കുണ്ട്. എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉറപ്പായിട്ടും എന്നോടൊപ്പം എൻ്റെ അച്ഛൻ്റെ പേരും എൻ്റെ അച്ഛനും വളരും, എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതെൻ്റെ അമ്മ ഒത്തിരി സന്തോഷപ്പെടുന്നൊരു കാര്യമാണ്. അപ്പം അത് അമ്മയുടെ സന്തോഷം അതെനിക്ക് ഭയങ്കര കാര്യമാണ്.
രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു റെഗുലർ ജോബിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് യാത്രകൾ നടക്കൂല. അത് സത്യം. സത്യമായിട്ടുള്ള എനിക്ക് നടക്കൂല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ എൻ്റെ ഈ പാഷനിലൂടെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ടൈം കിട്ടും. എനിക്ക് ഇത് തന്നെ ഞാൻ യാത്ര ചെയ്താണ് പ്രോഗ്രാംസിനൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് 2 ദിവസം പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ യാത്രകൾ ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഗ്യാപ്പ് എടുത്ത് പോകാൻ പറ്റും. എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അതെനിക്ക് നടക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കാരണം യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊരു കാര്യമാണ്. അതില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. അതില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇതാണ് പറഞ്ഞത്, ഞാൻ ഫോളോയിങ് മൈ ഹാപ്പിനെസ്. ഇതെല്ലാം എനിക്ക് മുന്നോട്ട് വേണമെങ്കിൽ ഞാൻ ഇതിലൂടെ പോയാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇതിലൂടെ പോയാൽ മാത്രമല്ല, ഇതിലൂടെ ഏൺ ചെയ്താലേ നടക്കുകയുള്ളൂ. നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട കാര്യങ്ങളും നമുക്ക് കാശില്ലാതെ പറ്റില്ല എന്നൊരു കാര്യമാണ്. പൈസ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ, അതില്ലാതെ പറ്റില്ല. അപ്പം അത് നമുക്ക് ഇതിനകത്തൂടെ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. മുന്നോട്ട് അതിലൂടെ തന്നെ പോവുക എന്നുള്ള കാര്യമാണ്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോളോയിങ് മൈ ഹാപ്പിനെസ്. ഒരുപാട് യാത്ര ചെയ്തു, ഏകദേശം ഇന്ത്യ മൊത്തം കണ്ടു. അപ്പോൾ ഈ എന്താണ് യാത്ര എന്ന് പറയുന്നത്? എന്താണ് യാത്ര എന്ന് പറഞ്ഞൊരു ശരിക്കും ഒരു റിയലൈസേഷനാണ് അല്ലേ. ശരിക്കും നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഈ പൊട്ടക്കെട്ടിലെ തവള എന്നൊക്കെ പറയത്തില്ല. അതായത് നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ കേട്ടിട്ടുള്ള ഈ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ചിന്താഗതി. അതിനപ്പുറത്തോട്ട് നമ്മൾ പോകുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ശരിയായിട്ടുള്ള കാര്യമല്ലേ ഇത്? ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് യാത്ര റിയലൈസേഷനാണ്. ഇപ്പം 2 തരത്തിലുള്ള ട്രാവലേഴ്സ് ഉണ്ട്. ഇപ്പം ഒന്ന് യാത്രികനുണ്ട്, രണ്ടാമത്തെ ഒരു ടൂറിസ്റ്റ് എന്ന് പറയാമല്ലോ. ഞാനൊരു യാത്രികനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് ടൂറിസ്റ്റ് പ്ലേസുകൾ പോകാൻ താല്പര്യമുള്ള ഒരാളല്ല. എനിക്ക് യാത്ര ഒരു ലോക്കൽ ഏരിയ ആണല്ലോ, അവിടുത്തെ ആൾക്കാരോട്ട് കണക്ട് ചെയ്യും, ആരും ചെല്ലാത്ത അങ്ങനെയുള്ള ചില സ്ഥലങ്ങളും അല്ലാതൊരു ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് പോവുക. കൂടുതൽ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ ആരെയും അങ്ങനെ കൂട്ടാറില്ല. അതാണ് സത്യമായിട്ടുള്ള കാര്യം. അതാണ് എനിക്കിഷ്ടം. പക്ഷേ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അവർ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്നു, കറങ്ങുന്നു, കുറച്ച് സെൽഫി എടുക്കുന്നു, പോകുന്നു എന്ന രീതിയിലാണ് പോകുന്നത്. അവർ എൻജോയ് ചെയ്യണം കേട്ടോ. അത് ഞാൻ മോശം എന്ന് പറഞ്ഞാൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ വേറൊരു രീതിയിൽ എൻജോയ് ചെയ്യുന്നു. രണ്ട് പെർസ്പെക്റ്റീവ് ആണ്. പലപ്പോഴും ഈ യാത്ര പോയി കഴിഞ്ഞ് ഈ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നെങ്കിൽ പോലും യാത്രയുടെ ആസ്വദിച്ചു തുടങ്ങുമ്പോഴത്തേക്കും നമുക്കത് കണ്ടന്റ് ക്രിയേഷനെ പറ്റി നമ്മൾ മറന്നു പോകുന്നൊരു സാഹചര്യം. പലപ്പോഴും ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട്, ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ, കാരണം എനിക്ക് ഒരു പക്ഷേ എനിക്ക് വേറൊരു രീതിയിൽ വളരാൻ പറ്റുമായിരുന്നു. പക്ഷേ എനിക്ക് ട്രാവൽ വ്ളോഗർ ആകണമെന്ന് അത്ര അങ്ങനെ ഒരു താല്പര്യത്തിലല്ലായിരുന്നു ശരിക്കും. വീഡിയോസൊക്കെ ചെയ്തു, പക്ഷേ ഒരു സർട്ടൻ പോയിന്റ് ആയപ്പോൾ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല യാത്ര. ഞാൻ പിന്നെ ഫോണെല്ലാം ഓഫായിരുന്നു. അമ്മയെ വിളിക്കും, കാര്യങ്ങളൊക്കെ പറയും, ഫോൺ ഓഫായിരുന്നു. പിന്നെ ഞാൻ യാത്രക്കകത്ത് തന്നെ അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്, അതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം നമുക്ക് ഈ യാത്രയിൽ ശരിക്കും ഞാൻ പറഞ്ഞില്ല, അതായത് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറയും. ഈ പ്രതാപ് ഗഡ് ഫോർട്ടിൻ്റെ കാര്യം ഞാൻ പറയുള്ളൂ, മഹാബലേശ്വർ. അവിടെ ഫോർട്ടിൽ പോയ സമയത്ത് അത് 16-ാം നൂറ്റാണ്ടിൽ പണിതൊരു ഫോർട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടോപ്പിൽ നിന്നിട്ട് ഞാൻ ആലോചിക്കും, അക്കാലത്തൊക്കെ ഇത്ര അടിപൊളിയായിട്ട് പണിതില്ലേ, ഇത് എന്തൊരു തലയാവറേ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അവിടെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ ആക്രമിക്കാൻ വരുവാണെങ്കിൽ അവരെ നേരത്തെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത്, അവരെ നമ്മൾ മുകളിൽ നിന്ന് ഈ തിളപ്പിച്ച് എണ്ണ കാച്ചി ഇങ്ങനെ ഒഴിക്കുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് ഭയങ്കര ഇതായിട്ട് നിൽക്കുവാണ്. അതൊരു അത്ഭുതമാണല്ലോ എന്ന് കരുതിയിട്ടുണ്ട്. അവിടുത്തെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അവരിതൊക്കെ ഉണ്ടല്ലോ, മലയുടെ മുകളിലായിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു 3-4 പെൺകുട്ടികൾ അവർ വന്നിട്ട് അവർ നേരെ വരുന്നു. എന്നിട്ട് നേരെ എടി എൻ്റെ ഒരു ഫോട്ടോ എടുത്തേ, ഇങ്ങനെ എടുത്തേ, അപ്പോൾ പോയേക്കാം. മനസ്സിലായോ? ഞാനല്ല ഇവരെന്താ കണ്ടത്, മനസ്സിലായല്ലോ. എനിക്ക് ഇവരൊരു ഫോട്ടോ എടുക്കാനാണ് വന്നത്. കാരണം അവർ അവിടുന്ന് നടന്നു വരുന്നു, നേരെ ഇന്നൊരു ഫോട്ടോ എടുക്കുന്നു, തിരിച്ചു പോകുന്നു. ഇതിനപ്പുറത്തില്ല. മനസ്സിലായോ? അപ്പം എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. അവിടെ ഗൈഡിന് 500 രൂപ കൊടുക്കണം. എൻ്റെ കയ്യിൽ കാശില്ല. എനിക്ക് അതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗൈഡ് വേറെ ഒത്തിരി പൈസയുള്ള അവരുമായിട്ടൊക്കെ ഇങ്ങനെ ഗൈഡ് അവരോട് സംസാരിച്ച് കിടക്കും. ഞാൻ ഗൈഡിന്റെ പുറകെ നടക്കും, ഇവരെന്താ അതിനെക്കുറിച്ച് പറയുന്നത് അറിയാൻ വേണ്ടി. ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പരിപാടി. അങ്ങനെ ഞാൻ ചില സ്ഥലം അതിനെക്കുറിച്ചൊക്കെ അറിയുകയൊക്കെ ചെയ്തു. എനിക്ക് അത്ഭുതമായിട്ട് ആ സ്ഥലം എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിപ്പോവുകയൊക്കെ ചെയ്ത്. അതിൻ്റെ ഇപ്പോഴത്തെ 13-ാം തലമുറയുള്ള ആൾക്കാർ ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ അന്ന് ആ ക്ഷേത്രത്തിൽ ഒരു പൂജാരി ഉണ്ടായിരുന്നു. ആ പൂജാരിയുടെ 13-ാം തലമുറയുള്ള ആളാണ് ഇപ്പോഴും അവിടെ പൂജ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ അവരോട്ടൊക്കെ സംസാരിച്ചു, അങ്ങനെ കറങ്ങുകയൊക്കെ ചെയ്തു. അപ്പം ഇതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. പഠനമാണ് ശരിക്കും യാത്രക്കകത്ത് നിന്ന്. കുറേ റിയലൈസേഷൻ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ശരി, ഒറ്റ പോയിന്റ് പറയാം, ഒരേ ഒരു കാര്യം പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും യാത്ര തുടങ്ങിയ സമയത്ത് നമുക്ക് എല്ലാവർക്കും പേഴ്സണലി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും പലതരത്തിലുള്ള പ്രോബ്ലംസുകൾ ഉള്ളവരാണ്, എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അല്ലേ. അപ്പം ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്ത സമയത്താണെങ്കിൽ പോലും എനിക്കും ചില പ്രശ്നങ്ങളുണ്ട്. ചിലവർക്ക് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഫാമിലിപരമായിട്ടും അങ്ങനെ തന്നെ പല പ്രശ്നങ്ങളുണ്ട്. എനിക്കും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ യാത്ര ചെയ്തൊരു കേരളം ക്രോസ് ചെയ്ത സമയത്ത് ഞാൻ ഒരുപാട് ആൾക്കാരായിട്ട് പരിചയപ്പെട്ടാണ് പോയത്. ചില ആൾക്കാരായിട്ട് അത് മൊത്തം നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാണല്ലോ മീറ്റ് ചെയ്യുന്നത്, അവരുടെ കൂടെ താമസിക്കുകയൊക്കെ ചെയ്യുന്നു, അവരുടെ കഥകൾ കേൾക്കുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കുന്നതിനപ്പുറത്ത് അവരുടെ കഥകൾ എനിക്ക് കേൾക്കാൻ, അവരെ കൊണ്ട് സംസാരിക്കും. എനിക്കതാണ് ഇഷ്ടം കൂടുതൽ. അങ്ങനെ സംസാരിച്ച് കേരളം ക്രോസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി
എനിക്ക് മാത്രമല്ല എന്നെപ്പോലുള്ള പ്രശ്നങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കേരളം കഴിഞ്ഞ് ഒരു മഹാരാഷ്ട്രയൊക്കെ കവർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രശ്നത്തെക്കാൾ കൂടുതൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ നിന്ന് ഞാൻ കുറച്ച് നമ്മളൊരു ഹരിയാന ഭാഗത്തൊക്കെ ചെന്ന സമയത്തൊക്കെ ഹരിയാന ഭാഗത്തൊക്കെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പം എൻ്റെ പ്രശ്നങ്ങൾ വളരെ ചെറുതാണ്, വലിയ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഈ ലോകത്തെന്ന് എനിക്ക് മനസ്സിലായി. കാശ്മീർ എന്നപ്പോൾ എനിക്കൊരു മനസ്സിലായി ശരിക്കും എനിക്ക് എന്താ പ്രശ്നം. സത്യമായിട്ടും എനിക്കൊരു പ്രശ്നമില്ല, നമ്മളാണ് ഈ പ്രശ്നമുണ്ട്, എനിക്കൊരു പ്രശ്നമില്ല എന്ന് എനിക്കെന്ന് മനസ്സിലായി ശരിക്കും. അതെനിക്ക് റിയലൈസേഷനാണ് ശരിക്കും. കാരണം നമ്മൾ ഇവിടെ നിന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതായത് പൊട്ടക്കണ്ടിൽ നമ്മൾ നിൽക്കുന്ന പോലെ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരിൽ തന്നെ നമ്മൾ അത് കാണുന്നത് കേൾക്കുന്നത് തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് അറിയുള്ളൂ നമുക്ക് ശരിക്കും ഒരു പ്രശ്നം ഇല്ലെന്നേ, നമ്മളാണ് വെറുതെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ. ഒരുപാട് ആൾക്കാരെ അവിടെ കണ്ടിട്ടുണ്ട്, പല ആൾക്കാരും നമ്മുടെ ഇവിടെ ആർക്കെങ്കിലും ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, നമ്മുടെ കൈയൊന്നും ഒടിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്നെ കൊണ്ടിട്ട് എന്തിനു കൊള്ളാമെന്ന് പറഞ്ഞ ചില ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ. പക്ഷേ കൈയും കാലും ഇല്ലാത്തവരല്ലെങ്കിൽ അവരവിടെ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത് കേട്ടോ. അതേപോലെ പല ആൾക്കാർ അവരെ ലിമിറ്റേഷൻസ് മറന്ന് അതിനെ പൊരുതിക്കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, പല സിറ്റുവേഷനിലും ജീവിക്കുന്ന, അതിൽ നിന്ന് പൊരുതി വന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ ലൈവിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. ആ സമയത്ത് നമ്മുടെ നാട്ടിൽ നിൽക്കുവാണെങ്കിലോ നമുക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, അല്ലെ എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ഇവൻ ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, എൻ്റെ ഫാമിലി ഇതല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കമ്മ്യൂണിറ്റി എന്നല്ലേ എന്നൊക്കെ പറയുന്ന ഒരു നെഗറ്റീവ്, അത് വെറും എന്താ പറയുന്നൊരു പൊട്ട ചിന്താഗതിയാണ് ശരിക്കും. എനിക്ക് ആ ചിന്താഗതി ഉണ്ടായിരുന്നു, ആ ഒരു പൊട്ട ചിന്താഗതി എന്ന തരത്തിലാണ് ഞാൻ. അതൊക്കെ ശരിക്കും ബ്രേക്ക് ചെയ്യാൻ കാര്യം ഇതാണ്. കാരണം യാത്രകളാണ് ശരിക്കും നമ്മുടെ ഒരു കെട്ടുണ്ടല്ലോ, ഒരു വലിയൊരു കെട്ടുണ്ട്. അത് നമുക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ചെറുപ്പം പോലെ നമ്മൾ കൺസ്യൂം ചെയ്ത കാര്യങ്ങൾ, ഫാമിലിയിൽ നിന്നും ആ ലൊക്കാലിറ്റിയിൽ നിന്നും മതപരമായിട്ടുള്ള കാര്യം സൊസൈറ്റിയിൽ നിന്നും നമ്മൾ കൺസ്യൂം ചെയ്ത് നമ്മളൊരു ലിമിറ്റേഷൻസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ ആനയുടെ ഒരു കഥയില്ല, അതായത് ചെറുപ്പത്തിൽ ആന ഒരു കുഞ്ഞ് മരത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുറ്റി നാട്ടിയായിരിക്കും കെട്ടിയിടുന്നത്. അപ്പം ആ സമയത്ത് ആന വലിച്ചു പറിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കൂല. പക്ഷെ ആന വലുതായി കഴിഞ്ഞാലും ആന അതേപോലെ കുറ്റി തന്നെ കെട്ടിയിടുന്നത്. അപ്പോഴും ആനയെന്ന് വലിച്ചു പറിക്കാൻ ഈസിയാണ്, ഒരു മരത്തെ ഒന്ന് കാലെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ആന അത് ചെയ്യത്തില്ല. കാര്യം ആനയ്ക്ക് ആനയുടെ വലിപ്പറിയത് ചെറുപ്പത്തിലെ, അതായത് ആ ഒരു തോട്ട് കൊടുത്തിരിക്കുമല്ലേ, ആ ഒരു അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ചെറുപ്പത്തിൽ തന്ന സാധനങ്ങൾ. ഈ നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്, പല ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് എനിക്കും ഉണ്ടായിരുന്നു നന്നായിട്ട്. ആ കെട്ട് പൊട്ടിച്ചതിന്റെ കാര്യം എനിക്ക് യാത്ര ശരിക്കും പല അനുഭവങ്ങളിലൂടെ എനിക്ക് തന്നിട്ടുണ്ട്. ആ കെട്ട് പൊട്ടിച്ച് അതെനിക്ക് ആ മൈൻഡ് എനിക്ക് തന്നെ മനസ്സിലായി, യാത്ര കഴിഞ്ഞ എൻ്റെ മൈൻഡ് നന്നായിട്ട് സ്വിച്ച് ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ അങ്ങനെ ഒരു റീസൺ പറയുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു ഈ ലിമിറ്റേഷൻസ് പറയുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയാ തോന്നുന്നത്, പിന്നെന്താ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന രീതിയിലായിപ്പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ അന്ന് അങ്ങനെ അല്ലായിരുന്നു, അന്ന് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. ആ ചിന്ത എനിക്ക് മാറാൻ ഞാനിപ്പോൾ അത് കേട്ടിട്ട് ചിരിക്കും, ഇവനെന്താ ഇങ്ങനെ ഇവനെ മാറ്റി ചിന്തിച്ചുകൂടെ, ഇവൻ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ കണ്ടുകൂടെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ വൈഡ് ആയപ്പോഴത്തേക്കും ഈ യാത്രകൾ പോകുന്നത് ഒരുപാട് കൂടി. കാരണം ഒരുപാട് എക്സാമ്പിൾ ഓഫ് പീപ്പിൾസ് അവരുടെ ഫ്രണ്ടിലേക്കാണ്. ഇന്ന സ്ഥലത്ത് ഞാൻ ഇത്ര പൈസ കൊണ്ട് മാത്രമാണ് പോയത്, നമ്മൾക്ക് സ്ഥലങ്ങൾ കാണാൻ അധികം പൈസയുടെ ആവശ്യമില്ല. പലർക്കും യാത്രയാണെങ്കിൽ കാശ് വേണം, പലരും പറയുന്നതാണ് യാത്രയാണെങ്കിൽ കാശ് വേണോടാ എന്നാലേ പറ്റത്തോളം എന്നൊക്കെ പറയുന്നത്. എൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നേ, യാത്രയും കാശിന്റെ ആവശ്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു. മൈൻഡാണ് ആദ്യം വേണ്ടത്. കൊല്ലത്ത് നിന്ന് ചെങ്കോട്ടை വരെ പോകുന്ന ഒരു പാതയുണ്ട്. പണ്ട് ഇത് എന്താ മീറ്റർ ഗേജ് ആയിരുന്നു, ഇപ്പം അത് ബ്രോഡ് ഗേജ് ആക്കിയിട്ടുള്ളതാണ്. അപ്പം ആ പാതയിലൂടെ പോകുന്ന യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാരണം അന്ന് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആ തുരങ്കത്തിനകത്തൂടെയും അന്നുണ്ടാക്കിയ പാലത്തിൽ കൂടെയാണ് ഇന്നും ആ ട്രെയിൻ പോകുന്നത്. ഇത് കുന്നും മലയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് രണ്ട് സൈഡും പാടങ്ങളും മറ്റേ ഈ പനയും വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മറ്റൊരു എക്സ്പീരിയൻസ്. മഴയുള്ള സമയത്താണെങ്കിൽ ഫുള്ള് വെള്ളച്ചാട്ടവും കാര്യങ്ങളും. പക്ഷേ ഒരിക്കൽ പോലും അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പോയി വൈകുന്നേരം വരെ വരാനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ആ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോലും ആൾക്കാർക്ക് പറ്റൂല. ഡിസിഷനിലാണ് കാര്യം ശരിക്കും. നമ്മൾ ഈ സുഹൃത്തുക്കളുണ്ടല്ലോ, നമ്മളെ കൂട്ടുകാരുണ്ടല്ലോ, എടാ നമുക്ക് ഇന്നടത്ത് പ്ലാൻ ചെയ്ത് പോവാം, എവിടെയെങ്കിലും ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ടോ? നടക്കില്ല. ഞാനങ്ങനെ എനിക്ക് ഒന്നാമത്തെ കാര്യം വളരെ ചുരുക്കമാണ് ഞാൻ ഫ്രണ്ട്സുമായിട്ട് പോയിട്ടുള്ളത് കേട്ടോ. അത് വേറൊരു മൂഡാണ്. കൂടുതൽ ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ ആരോടും പറയത്തില്ല, ഞാൻ പറയാതാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഈ പോയി എവിടെയെങ്കിലും വല്ല ഫോട്ടോ ഒക്കെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും എടുത്തിടുകയൊക്കെ ചെയ്യുമ്പോൾ കൂട്ടുകാർ കണ്ടിട്ട് അവന്മാർ പറയണം എന്നെ പരിപാടിയാണ് നീ കാണിച്ചത് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ അതിൻ്റെ ഒരു സുഖം വേറെയാണ് നീ ഒറ്റയ്ക്ക് പോകുമ്പോൾ, അതിൻ്റെ ഒരു കിക്ക് വേറേതാണ്. ഇപ്പം നമ്മൾ
ശരിക്കും ഞാൻ പറഞ്ഞില്ല, യാത്ര എന്നുള്ള എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് റിയലൈസേഷൻ. അതേപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു വേറൊരു റിയലൈസേഷനാണ്. അതായത് നമ്മൾ വേണോന്ന് വിചാരിക്കുന്നൊരു കാര്യങ്ങൾ നമുക്കത് ശരിക്കും നടക്കും, അതിനുവേണ്ടിയുള്ള വഴികൾ വരും എന്നുള്ളതിൽ ഒറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഗോവയിൽ വെച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ഞാനത് പറയാം. അതായത് ഒരു സിമ്പിളായിട്ട് കാര്യമായിട്ട് ഒരു മാജിക്കൽ മൊമെൻ്റ് എന്ന് പറയാം, എൻ്റെ ലൈഫിൽ ഒരു മാജിക്കൽ മൊമെൻ്റ് ആയിട്ട് പറയുകയാണത്. അത് ഞാൻ ഗോവയിൽ വെച്ച് അഞ്ജൂന എന്ന് പറയുന്നൊരു ബീച്ചുണ്ട്. അപ്പം ഞാൻ ആ ബീച്ചിൻ്റെ അങ്ങോട്ട് പോവാം. പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ അവിടെ വെച്ച് കഴിഞ്ഞാൽ. അവിടെ ചെന്ന് അവിടെ ഇടയ്ക്കൊക്കെ മാജിക്കൊക്കെ ചെയ്യാം. എൻ്റെ കയ്യിൽ പൈസ വളരെ കമ്മിയാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് അവരുടെ അടുത്തൊക്കെ 1-2 മാജിക്കൊക്കെ ചെയ്യാം. ഞാൻ പിന്നെ ഈ ബലൂൺസുകൾ കൊണ്ട് ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക ചെയ്യും, ബലൂൺ ആർട്ടുകളുണ്ട്. അത് 1-2 ഈ ചില ഡോഗ്, പിന്നെ സ്വാൻ, പിന്നെ നമ്മൾ ഈ ഫ്ലവർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പം അതൊരു ഫണ്ണാണല്ലോ. എന്നിട്ട് 2 മാജിക്കൊക്കെ ചെയ്യും. അപ്പം ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ചിലവർ നമുക്ക് പൈസ തരും, ചിലപ്പോൾ ഫുഡ് നമുക്ക് തരും, അങ്ങനെയൊക്കെ തരുമൊക്കെ ചെയ്യും. അങ്ങനെയായിട്ട് ഞാൻ അവിടെ പോവാം. അപ്പോൾ പോയ സമയത്ത് അവിടെ ഒരു ഭയങ്കര മഴയായിരുന്നു അവിടെ. അപ്പം ഞാനൊരു ഹോട്ടലിൻ്റെ അവിടെ നിൽക്കുക, ഹോട്ടലിൻ്റെ അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ കയറി നിൽക്കുക, റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിൽക്കുക. അവിടെ നിന്നപ്പം ഒരു പ്രായമുള്ള ഒരു എനിക്കൊന്ന് 75-80 വയസ്സെങ്കിലും കാണാം. ഒരു പ്രായമുള്ളൊരു അച്ഛൻ ഒരു സൈക്കിളിൽ വന്നിട്ട് ആ മഴയത്ത് നിന്നുകൊണ്ട് അവിടെ ഇങ്ങനെ കുറേ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കിടക്കുന്നു. അപ്പോൾ ഈ കുപ്പികളൊക്കെ ആളെടുത്ത് ഇങ്ങനെ പെറുക്കി ഇങ്ങനെ ഒരു ചാക്കിനകത്ത് ഇങ്ങനെ ഇടുന്നു അവിടെ വെച്ചിട്ട്, മഴ നനഞ്ഞുകൊണ്ടാണ്. അപ്പം എനിക്കൊരു തൊപ്പിയുണ്ട്, ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ തൊപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സങ്കടം തോന്നിപ്പോയി. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് നേരെ ആളുടെ കൂടെ ഞാൻ സഹായിച്ചു. ഞാൻ ഈ കുപ്പിയെല്ലാം കൊടുത്ത് സ്പീഡിൽ പെട്ടെന്ന് പെറുക്കിടാൻ വേണ്ടി ഞാൻ സഹായിച്ചു. എന്നിട്ട് ഞാൻ ആൾക്ക് ഈ തൊപ്പി വെച്ച് കൊടുത്തു. അപ്പോൾ ആൾ എനിക്ക് നോക്കിയൊരു ചിരിയൊക്കെ ചിരിച്ചു. എന്നിട്ട് അങ്ങ് പോയി. ആളങ്ങ് ശരി പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് പോയി. അപ്പം മഴയൊക്കെ ഒന്ന് മാറി. പിന്നെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. എൻ്റെ കയ്യിലൊരു കൂടിപ്പേര് 100-120 രൂപ കാണുന്നുള്ള ആ ടൈമിൽ. തൊപ്പിക്ക് അത്യാവശ്യം നല്ലൊരു തൊപ്പിക്ക് 150 രൂപയെങ്കിലും ആവുമല്ലോ നല്ലൊരു തൊപ്പി മേടിക്കണമെങ്കിൽ. പൈസ ഇല്ല. തൊപ്പി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇത്തിരി വേണം തൊപ്പി. അതില്ല. അങ്ങനെ ആകട്ടെ നിൽക്കുക. അപ്പം ഞാൻ അവിടെ നിന്ന് ഇച്ചിരി കൊണ്ട് നടന്നങ്ങോട്ട് ചെന്നപ്പം ഒരു കാറ് അവിടെ നിർത്തിയിട്ട് അപ്പോൾ അതിനകത്തൊരു ഒരു സ്ത്രീയായിരുന്നു. ആളെ ഇറങ്ങി വന്നിട്ട് എന്നോട് സംസാരിച്ചു. എന്നോട് ചോദിച്ചു, ശരിക്കും ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണോ? കാരണം ഞാൻ ബാഗിൻ്റെ ബാക്കിൽ ഇങ്ങനെ കേരള ടു കാശ്മീർ എന്നാണ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് നിർത്തിയത്. ഞാൻ പറഞ്ഞു അതെങ്ങനെ യാത്ര ചെയ്യുന്ന പറഞ്ഞു. എന്നോട് ചോദിച്ചു കേരള ടു കാശ്മീർ എത്ര കിലോമീറ്റർ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്ട്രെയിറ്റ് പോകണ ഒരു 3500 കിലോമീറ്റർ ഒക്കെ വരുമെന്ന് ചോദിച്ചു. ഞാനൊരു ജോഗ്രഫി ടീച്ചറാണോ? അപ്പോൾ ആൾ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ആൾ മുംബൈയിൽ നിന്ന് വന്നതാണ് കേട്ടോ, അവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ എന്നോട് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞാൻ അവരുടെ അടുത്ത് 1-2 മാജിക്കൊക്കെ ചെയ്തു. ഭയങ്കര അവരെ ഹാപ്പി, അവരുടെ ഫാമിലി ഭയങ്കര ഹാപ്പി. എന്നിട്ട് അപ്പോൾ അവർ തൊട്ടടുത്തൊരു കടയുണ്ട്. ആ കടയിൽ ഒരു തൊപ്പിയൊക്കെ ഉള്ളൊരു കടയാണ്. അപ്പം ഈ കാർ നിർത്തുന്നതിന് മുമ്പ് ഞാനിവിടെ തൊപ്പിയുടെ വിലയൊക്കെ ചോദിച്ചു. ഞാൻ ഈ ക്യാപ്പിൻ്റെ വില എത്ര? പുള്ളി പറഞ്ഞു 250 രൂപ എന്ന് പറഞ്ഞു. എൻ്റെ പൈസ ഇല്ല. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കാറുകാർ വന്നു, അവരോട് സംസാരിച്ചു, മാജിക്കൊക്കെ ചെയ്തു. അവർ ഭയങ്കര ഹാപ്പി. എന്നിട്ട് ആ ടീച്ചർ എന്നെ ബ്ലസ് ചെയ്യുകയൊക്കെ ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ, സക്സസ് ആട്ടെ യാത്ര എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. എൻ്റെ നമ്പറൊക്കെ മേടിച്ചു. അപ്പോൾ ഓക്കെ പറഞ്ഞു. എന്നിട്ട് അവർ ആ കാർ എടുത്തു. ജസ്റ്റ് അങ്ങോട്ട് ഇവിടെ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞ് എന്നെ ഒന്ന് വരാൻ പറഞ്ഞു. ഡോറിലൂടെ ആയിട്ട് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ അവർ പതിയെ ഡോറ് തുറന്നിട്ട് ഇറങ്ങിയിട്ട് എന്നോട് എനിക്കൊരു 500 രൂപ തന്നു. 500 എന്നിട്ട് എന്നോട് പറഞ്ഞു വെച്ചോളാൻ പറഞ്ഞു. മാജിക്ക് ചെയ്തതാണല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു നീ മാജിക്ക് ചെയ്തല്ലേ, നീ മാജിക്കിലൂടെയല്ലേ ഏൺ ചെയ്യുന്നതെന്ന് ചോദിച്ചു. വെച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു ബ്ലസ് ചെയ്തു എന്നെ. ഭയങ്കര സന്തോഷം. എന്നിട്ട് അത് കണ്ടു നിന്ന ആ കടക്കാരുണ്ടല്ലോ, ആളെന്നെ ഭയ്യാ ഇങ്ങ് വരാൻ പറഞ്ഞു. എന്നിട്ട് ആളെനിക്ക് അതിനകത്ത് നല്ലൊരു ക്യാപ്പ്, അതിനകത്ത് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടൊരു ക്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ റേറ്റ് വെച്ചപ്പോൾ എന്നാൽ പുള്ളി 250 എന്ന് പറഞ്ഞ് ആളെനിക്ക് ആ ക്യാപ്പ് ഫ്രീ ആയിട്ട് തന്നു. വെച്ചോളാൻ പറഞ്ഞു. ആ ഒരു ഒന്ന് മൊമെൻ്റ് ഒന്ന് ആലോചിക്കുക. എനിക്ക് ഭയങ്കര സന്തോഷം. ശരിക്കും എന്താ അവിടെ നടന്നതെന്ന് ഞാൻ ആലോചിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെയുള്ള ചില മൊമെൻറ്റുകളില്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ യാത്രയിൽ കിട്ടി. നാട്ടിലുള്ളവരൊക്കെ പറഞ്ഞ് എനിക്ക് വട്ടാന്നൊക്കെ പറഞ്ഞത്, അവൻ വട്ടനാ, അവർക്കറിയില്ല ശരിക്കും. ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവർ ഒത്തിരി പേരുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയത്തില്ല. എന്നാലും ബന്ധുക്കളെടുക്കാൻ പറഞ്ഞവരുണ്ട് അവന് വട്ടാണ്, അവന് വട്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ നടക്കാൻ എന്നൊക്കെ പറയുക ചെയ്തു. ശരിക്കും അവർക്കറിയില്ല അതിൻ്റെ ആ ഒരു ഇപ്പൊ ഇത്രയും പിള്ളേരാണ് പോകുന്നത്, അവർക്കൊക്കെ അതറിയാം, യാത്രയുടെ പ്രത്യേകതയൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അത് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു റിയലൈസേഷൻ ഉണ്ട്. എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക് വേണ്ടത്, ഇമോഷണൽ മെച്യൂരിറ്റി. തീർച്ചയായിട്ടും. അത് ഞാൻ ഒത്തിരി മെച്യൂർഡാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു മെച്യൂരിറ്റി ഉണ്ട്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവും ആ ഒരു മെച്യൂരിറ്റി, മെയിൻ ആയിട്ട് ഡിസിഷൻ മേക്കിങ്ങിലുള്ളത്. ട്രാവലിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന സാധനം. നമ്മളിത് ചെയ്യണോ, നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര പോകാൻ പറ്റുമോ പോകാൻ പറ്റില്ലയോ എന്നുള്ള ഒരു ഡിസിഷൻ മേക്കിങ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ ലഭിക്കത്തുള്ളൂ. അത് ശരിക്കും എനിക്ക് യാത്രയിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. അത് എനിക്ക് കുറച്ചുകൂടെ എന്നെ പവർഫുൾ ആക്കിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നില്ല, ആക്കിയിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ് പിന്നീട്. കാരണം ഒത്തിരി എനിക്ക് മൈൻഡ് തന്നെ ഒത്തിരി ഷിഫ്റ്റ് ആയിട്ടുണ്ട് ആ ഒരു യാത്രയിൽ നിന്ന്. അതാണ് ശരിക്കും എനിക്ക് യാത്രയിൽ നിന്ന് കിട്ടിയത്. എനിക്ക് മൈൻഡ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു കെട്ടുണ്ടല്ലോ,
അല്ലെ അത് ബ്രേക്ക് ചെയ്യാണ്ട് ആ മെൻറ്റാലിറ്റി എനിക്ക് സ്വിച്ച് ആണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം യാത്ര തന്നെയാണ്. ആ യാത്രയിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്.